അധിക ഇറക്കുമതി തീരുവ ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി മേഖല വെട്ടിലാകാൻ തന്നെയാണ് സാധ്യത. ഏപ്രിൽ മുതൽ US അധിക നികുതി ഈടാക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് 60,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ട്രംപിന്റെ നടപടി ഇന്ത്യയുടെ GDP വളർച്ചയെ സാരമായി ബാധിക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന US ഉൽപ്പന്നങ്ങൾക്ക് 11% തീരുവയാണ് ഇന്ത്യ ചുമത്തുന്നത്. അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US ചുമത്തുന്ന ശരാശരി നികുതിയേക്കാൾ 8.2% അധികമാണിത്. അമേരിക്കയിൽ നിന്നുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്നത് 39% തീരുവയാണ്. എന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തുന്നത് 5% തീരുവയും. വേണ്ടപ്പെട്ട രാജ്യങ്ങളെ പട്ടികപ്പെടുത്തുന്ന MAFN ലിസ്റ്റ് പ്രകാരമാണ് US നികുതി ഈടാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി ആദ്യ വാരത്തിൽ US-ലേക്കുള്ള സ്റ്റീൽ, അലുമിനിയം ഇറക്കുമതികൾക്ക് 25% അധിക തീരുവ ചുമത്തുമെന്നത് ട്രംപ് അറിയിച്ചിട്ടുള്ള കാര്യമായിരുന്നു. ഇത് ഇന്ത്യൻ കമ്പനികൾക്കും ബാധകമാണ്. എന്നാൽ ട്രംപിന്റെ തീരുമാനം ഇന്ത്യയിലെ സ്റ്റീൽ, അലുമിനിയം കമ്പനികൾക്ക് തിരിച്ചടിയാകുമെന്നാണ് നിഗമനം. $500 മില്യൺ വ്യാപാരമാണ് ഇന്ത്യയും US-ഉം തമ്മിൽ ഈ വർഷം ലക്ഷ്യമിട്ടിരിക്കുന്നത്. 2024 ഏകദേശം $130 മില്യൺ വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്നത്. 2024 US-ലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിക്ക് 7,400 കോടി US$ മൂല്യവും ഉണ്ടായിരുന്നു. നേരത്തെ US ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ വലിയ നികുതിയാണ് ഈടാക്കുന്നതെന്നും ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇറക്കുമതി തീരുവ അധികമായതിനാൽ തന്നെ ഇന്ത്യയിൽ വ്യാപാരം നടത്തുമെന്നത് പ്രയാസകരമാണ് എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതോടെ അമേരിക്കയുമായുള്ള ബന്ധം കൂടുതൽ മയപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ വ്യാപാര ചർച്ചകൾക്കായി US-ലെത്തിയിരുന്നു. പുതിയ വ്യാപാര കരാറുകൾ ലക്ഷ്യമിട്ടാണ് കേന്ദ്രമന്ത്രിയുടെ US സന്ദർശനവും. വാണിജ്യ പ്രതിനിധി ജാമിസൺ ഗ്രീറുമായുള്ള കൂടിക്കാഴ്ചയ്ക്കാണ് പീയൂഷ് US-ലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അധിക തീരുവ ചുമത്തുവാനുള്ള ട്രംപിന്റെ തീരുമാനം ഇന്ത്യൻ കാർഷിക മേഖലയെ മോശമായി തന്നെ ബാധിക്കും. പകരത്തിന് പകരം എന്നുള്ള നിലപാടാണ് US ഇന്ത്യയോട് സ്വീകരിക്കുന്നതെങ്കിൽ രാജ്യത്തു നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് ഇത് തിരിച്ചടിയാകും. ഇതിനു പുറമെ രാസവസ്തുക്കൾ, ലോഹോൽപ്പന്നങ്ങൾ, മരുന്നുകൾ, ആഭരണങ്ങൾ എന്നിവയുടെ കയറ്റുമതി പ്രതിസന്ധി നേരിടുക തന്നെ ചെയ്യും.